ഹായ് ജോസിൻ ഗ്രീൻ ബ്ലോഗ് സ്വാഗതം. ഒരു കുരുമുളക് തോട്ടം കണ്ടോ? ഇത് കാഞ്ഞിരപ്പള്ളിക്ക് പോകുന്ന വഴിക്ക് ആനക്കല്ലിനിടയ്ക്കുള്ള ഒരു കുരുമുളക് തോട്ടമാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കാലുകൾ സിമെൻറ്റേലാണ് പിടിപ്പിച്ചു. സിമെൻറ്റിൽ എന്നിട്ട് ഈ ഗ്രീൻ നെറ്റ് ഇട്ട് കെട്ടി വെച്ചിരിക്കുകയാണ്. ഗ്രീൻ നെറ്റ് കെട്ടി ഏകദേശം ഒരു 3-4 പൊക്കത്തോളം ഉണ്ട്. നല്ല ഒരു കൊടുത്തോട്ട് നല്ല വളർച്ചയുമാണ്. അടിയിൽ ഫ്ലോർ മാറ്റും ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഒട്ടും കളകളുണ്ടാകത്തില്ല. നല്ല വളർച്ചയാണ്. ആവശ്യത്തിന് വളവും വെള്ളവും കൊടുക്കാനുള്ള പരിപാടികളൊക്കെ ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. നേരത്തെ തന്നെ കുരുമുളകിന് അല്പം ചാണകപ്പൊടിയും എല്ലുപൊടിയും ഒക്കെ ഇട്ടിരുന്നാൽ ഏറ്റവും നല്ലത് വളർച്ചയ്ക്ക്. അത് വേറെ വളങ്ങളൊന്നും ആവശ്യമില്ല. എന്നാലും അതിന് വേണ്ട രീതിയിലുള്ള ഓർഗാനിക്കായ രീതിയിലുള്ള വളങ്ങൾ കൊടുക്കാനുള്ള പരിപാടികളെല്ലാം അവിടെ ഈ സൂക്ഷ്മ രീതിയിൽ കൊടുക്കാനുള്ള പ്രക്രിയയിലെല്ലാം ഉണ്ട്, എല്ലാം ചെയ്തിട്ടുണ്ട്. ഇത് നല്ല വളർച്ചയാണ്, നല്ല ഗ്രോത്താണ്. ഏകദേശം 1 ഏക്കറോട് സ്ഥലത്തോളം ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. അപ്പം നമുക്ക് ഒത്തിരി പണി എളുപ്പമുണ്ട്. ഇങ്ങനെ കാട് കളിക്കുകയോ ഒന്നും വേണ്ട. നല്ല രീതിയിൽ കുരുമുളക് നമുക്ക് എടുക്കാൻ ക്രോപ്പ് കിട്ടും. നല്ലതാണ്, നല്ല വില. ഇപ്പം കുരുമുളക് നല്ല വിലയും ഉണ്ടല്ലോ. അപ്പോൾ ഈ ചെയ്താൽ നമുക്ക് ഒത്തിരി നേട്ടങ്ങളുണ്ട്. ഈ ആൾക്കാർ പണിക്കാരെ കിട്ടാനാണ് പാട്. പണിക്കൂലി എല്ലാം ഭയങ്കരമായി കൂടുകയാണ്. ആ സമയത്ത് ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ എളുപ്പമുണ്ട്. കുറേ വർഷങ്ങളോളം ഇങ്ങനെ കിടക്കും. നമുക്ക് ഇഷ്ടംപോലെ കുരുമുളക് ലഭിക്കുകയും ചെയ്യും. അപ്പോൾ ഇത് ഇവിടെ വിയറ്റ്നാമിലൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ആ ഒരു മോഡലാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. നല്ല ഒരു കൃഷി രീതിയാണ്. ഇത് പന്നിയൂർ 6 ആണെന്ന് തോന്നുന്നു. നല്ല ഗ്രോത്താണ്, നല്ലപോലെ കായ്ഫലങ്ങളുമുണ്ട്. അപ്പോൾ ഈ രീതിയിൽ കൃഷി ചെയ്യുവാൻ നമ്മുടെ കർഷകർ ഉണ്ടോ. വെള്ളവും വളവും കൊടുക്കാനുള്ള സംവിധാനമൊക്കെ ഉണ്ട്. ചെയ്യുകയാണ് നല്ല ഈൽഡ് കിട്ടും, കൂടുതൽ മെച്ചമുണ്ട്. പണിഭാരം കുറവുണ്ട്, ലാഭമുള്ള ഒരു പരിപാടിയാണ്. മറ്റ് കൃഷികളെക്കാളൊക്കെ നല്ലതാണ് കുരുമുളക്. നല്ല വില കൂടിയിരിക്കുന്ന സമയത്ത് എല്ലാവരും ഇതുപോലെ കൃഷി രീതികൾ അവലംബിച്ചാൽ നല്ല ഉൽപ്പാദനം ലഭിക്കും. കണ്ടോ, ഒരു കളകളുമില്ല. നല്ല തോട്ടമാണ്, നല്ല ക്രമീകൃതമായ തോട്ടങ്ങൾ നിരയായിട്ട് ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. കാണാൻ നല്ല രസമാണ്, നല്ല ഭംഗിയാണ്. അങ്ങോട്ട് കയറുന്നതിന് രസമാണ്. നല്ല കാറ്റും വെളിച്ചവും കിട്ടുകയും ചെയ്യും. നല്ല വളർച്ചയാണ്. മറ്റ് മരങ്ങളുടെ ഷെയ്ഡൊന്നുമില്ല. മറ്റ് മരങ്ങൾ നമ്മൾ ഷെയ്ഡൊക്കെ ആണെങ്കിൽ അത് മരങ്ങൾ നട്ടാൽ വളം വലിക്കും. ഇത് വളം വലിക്കുന്ന പരിപാടിയൊന്നുമില്ല. നല്ല ഗ്രോത്ത്, അതാണ് നമുക്ക് നല്ല വളർച്ച. കുരുമുളക് ഇത് സിസ്റ്റമാറ്റിക്കായുള്ള സയൻറ്റിഫിക്കുള്ളൊരു കൃഷി രീതിയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. കൊള്ളാം. ഇത് കൃഷി നമുക്ക് ഇഷ്ടപ്പെട്ടു. ഓക്കെ.